ഹായ് ഫ്രണ്ട്സ്, ഈ പച്ചമീൻ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വന്ന് കാണും. ഈ മത്തി പച്ചക്കൊക്കെ മേടിച്ച് വെച്ചിട്ട് നേരെ തേങ്ങ ചതച്ചതിലേക്ക് പച്ചമീനൊക്കെ ഇട്ടിട്ട് കുഴച്ചൊക്കെ എടുക്കണം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പച്ചക്ക് കഴിക്കാനുള്ളൊരു രീതിയാണെന്ന്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇതുപോലെ പച്ചക്ക് മീൻ കഴിക്കുന്ന പലവരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്നവർ അത് അവരുടെ ഗട്ട്സ് സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷേ നമുക്ക് അത്ര ഗട്ട്സ് ഒന്നുമില്ല. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ സിനിമയിൽ ലാലേട്ടനും നമ്മുടെ ശ്രീനിവാസനും കൂടി പറഞ്ഞൊരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കൊണ്ട് എല്ലാവർക്കും അറിയാം. അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ലാലേട്ടന് സോപ്പിടാൻ വേണ്ടി ശ്രീനിവാസൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, മീൻ അവിയൽ. അപ്പോൾ നമുക്കിന്നൊരു മീൻ അവിയൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ സിനിമകളിലൊക്കെ ഇത് കാണുമ്പോൾ മീൻ അവിയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിയൽ പച്ചക്കറികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മീൻ അവിയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ നമുക്ക് മീൻ പീര വറ്റിച്ചതെന്ന് പറയാം. അപ്പോൾ മീൻ പീര വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ മത്തി, നല്ല പച്ച മത്തി ചെറുതൊക്കെ കിട്ടിയണമെങ്കിൽ അത് നല്ല ക്ലീനാക്കി എടുത്തിട്ട് കുരുമുളക്, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് കറിവേപ്പില കൂടി നേരെ ചെറുതായിട്ട് മിക്സിയിട്ട് ചതച്ചെടുക്കുക. അവിയലിനൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ ചതച്ചെടുക്കുക. അതും മീനും കൂടി മിക്സ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുടംപുളി വെള്ളത്തിൽ ഇട്ടത് ഒരു 2-3 കഷ്ണം ചേർക്കുക. അപ്പോൾ കുടംപുളി തന്നെ ചേർക്കണം കേട്ടോ. വാളംപുളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടുപ്പ് വെച്ച് നന്നായിട്ട് വേവിച്ച് റെഡിയായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് എടുത്ത് നോക്ക്, കിടിലൻ ടേസ്റ്റായിരിക്കും. അപ്പോൾ മീൻ അവിയൽ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ മീൻ അവിയൽ വെച്ച് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഇത് തോന്നിക്കാണും, മീൻ വെച്ച് അവിയൽ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കോമഡി ആയിട്ടൊക്കെ ചിരിച്ച് കാണും. പക്ഷേ ഇതുണ്ടാക്കി കഴിച്ചു നോക്കി, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.